ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, പക്ഷേ ഇതിന് മിക്സി വേണം. നമ്മൾ ഈ കേക്കിനുള്ള ബാറ്റർ മിക്സിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഈ മിക്സിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 100 ml സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 4 മുട്ട ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒരു 5-10 മിനിറ്റ് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ 1 കപ്പും 1 ടേബിൾ സ്പൂണാണ് മൈദ എടുത്തിട്ടുള്ളത്. മൈദ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. പക്ഷേ ഏറ്റവും ബെറ്റർ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്, താഴെയും വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കുക. കുക്കറിലാണ് ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. കുക്കർ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. കുക്കറിൽ 1 കപ്പ് ഉപ്പിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഈ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത്. കുക്കർ അടച്ച് വെക്കുന്ന സമയത്ത് വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്ന് ഇതിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ 40 മിനിറ്റാണ് വെക്കുന്നത്. വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിത് കുക്കറിലേക്ക് ഇറക്കി വെച്ചതേ ഉള്ളൂ. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിലും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് പാനിലും ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കണം. ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലോണം കുക്കായിട്ടുമുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇനി റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇതിപ്പോൾ 1.5 കപ്പാണ് നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നിങ്ങൾ പുറത്തൊക്കെ ആണെങ്കിൽ ഫിയോണയുടെ അതേ സ്റ്റിഫ്നെസ് കിട്ടുന്നത് മാക്ടോപ്പാണ്. മാക്ടോപ്പ് നല്ലൊരു ബ്രാൻഡാണ്. പിന്നെ നാട്ടിൽ റിച്ച് അങ്ങനെ കുറച്ച് ബ്രാൻഡൊക്കെ വരുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഫിയോണയുടെ ക്രീമാണെന്ന് തോന്നുന്നു. ഞാൻ റിച്ച് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. 1.5 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയാക്കി എടുത്ത ക്രീമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം ബ്ലേഡൊന്നും ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് തണുപ്പിച്ചിട്ടൊന്നുമില്ല, ബൗളും തണുപ്പിച്ചിട്ടൊന്നുമില്ല. ബീറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. കാരണം ക്രീം നല്ല കട്ടിയായിട്ടുള്ള ക്രീമാണ്. ഇത് നമുക്കിനി ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസിങ് ഷുഗറും കൂടി ചേർത്തിട്ട് നല്ലോണം സ്റ്റിഫായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്രീം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഒരു 3 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഷുഗർ മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ചെറിയൊരു കാര്യം വിട്ടുപോയി. ഇതിൻ്റെ താഴെ കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നത് നല്ലതാണ്, നമ്മുടെ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. നല്ലോണം നിരപ്പാക്കിയതിന് ശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. പിന്നെ ക്രീം വെച്ച് കൊടുക്കണം.
ക്രീം ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം അവസാനത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നല്ലോണം ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഇപ്പം ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് അതിലൊരു പിങ്ക് കളർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്ക് കവർ ചെയ്യാനും കൂടിയിട്ടാണ് ഞാൻ പിങ്ക് കളറുള്ള ക്രീം ആക്കിയത്. അപ്പോൾ ഇതിന് നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ നോസിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പുള്ള നോസിൽ എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് നോസിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഈ ഡിസൈൻ തന്നെ എടുക്കുന്നില്ല, നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴെ മുതൽ മുകളിൽ വരെ ഈ നോസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു നോസിൻ്റെ ഷെയ്ഡിന് വേണ്ടിയിട്ടല്ല നമ്മളിങ്ങനെ വരച്ചു കൊടുത്തത്. ആ ഒരു പിങ്ക് കളറുള്ള ക്രീമും വൈറ്റ് കളറുള്ള ക്രീമും ഒന്ന് മിക്സായിട്ട് നമ്മുടെ കേക്കിൻ്റെ പുറത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് കളറും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മുടെ സ്പാറ്റില വെച്ചിട്ട് ഒന്ന് നിരപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത അതേ നോസിൽ വെച്ചിട്ട് വൈറ്റ് കളർ ക്രീമും വെച്ചിട്ട് താഴെ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ പിങ്ക് കളറുള്ള ക്രീം വെച്ചിട്ട് നമ്മുടെ സ്റ്റാർ ടിപ്പ് നോസിൽ വെച്ചിട്ട് മുകളിൽ ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതൊന്നും ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഓവനും വേണ്ട, ബീറ്ററും വേണ്ട. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ മിക്സിയിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സമയം കുറച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇപ്പോൾ ഷെയറിങ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്